നമസ്കാരം, ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡെവലപ്മെന്റ് സീരീസിൽപ്പെട്ട മറ്റൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്ന വിഷയം ട്രിവാൻഡ്രം മെട്രോ. ട്രിവാൻഡ്രം മെട്രോയുടെ ഒത്തിരി വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്, പല കാലഘട്ടത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. തുടക്കകാലം തൊട്ടേ നമ്മുടെ ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ്. നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഇതിൻ്റെ ഒരു റിയാലിറ്റി, ഒരു യാഥാർത്ഥ്യത്തിലേക്ക് വരുന്ന ഒരു ദിവസം. പക്ഷേ അത് എന്ന് വരുമെന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു പിടിയുമില്ല, ഒരു കോൺഫിഡൻസും ഇല്ല. കാരണം ഈ ഒരു ട്രിവാൻഡ്രം മെട്രോയെക്കുറിച്ച് ഞാൻ കേൾക്കാൻ തുടങ്ങിയത് 2000ങ്ങളുടെ തുടക്കത്തിലോ 2000 കാലഘട്ടത്തിലാണ്. അന്ന് വാർത്തകൾ നിറഞ്ഞു നിന്നിരുന്നു. കാരണം നമ്മൾ ഡൽഹി മെട്രോയുടെ ചുവട് പിടിച്ച് തിരുവനന്തപുരത്ത് ഒരു മെട്രോ എന്നൊക്കെ കുറേ വാക്യങ്ങളൊക്കെ അന്ന് ദൂരദർശനിൽ കണ്ടതായിട്ട് എനിക്ക് ഓർമ്മ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. പിന്നെ ഇത് ലൈംലൈറ്റിലേക്ക് വരുന്നത് കുറേ കാലങ്ങൾക്ക് ശേഷം 2010 കാലഘട്ടങ്ങളിലേക്കാണ്. ഈ കാലഘട്ടത്തിൽ ഇത് ലൈംലൈറ്റിലേക്ക് വന്നിട്ടും 15 വർഷത്തോളം കഴിഞ്ഞിട്ടും ഇതുവരെയ്ക്കും ഈ ഒരു പദ്ധതി യാഥാർത്ഥ്യമായിട്ടില്ല. കാലാകാലങ്ങളായിട്ട് പലരും വന്നിട്ടുണ്ട്, പല സർക്കാരുകളും ഭരിച്ചിട്ടുണ്ട്. പക്ഷേ മെട്രോയുടെ അവസ്ഥ അധോഗതി തന്നെയാണ്. ഇത്രയും പൊട്ടൻഷ്യൽ ഉള്ളൊരു മെട്രോ എന്തുകൊണ്ടാണ് നടപ്പാക്കുന്നില്ല എന്ന കാര്യം നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു മെട്രോ ഇപ്പോൾ ലൈംലൈറ്റിലേക്ക് വന്നത് ഇപ്പോൾ പുതിയൊരു DPR അതുമായി ബന്ധപ്പെട്ട പഠനമൊക്കെ ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു പ്രഹസനമല്ലേ, എലക്ഷൻ സ്റ്റണ്ടല്ലേ? കാരണം എലക്ഷനോട് അനുബന്ധിച്ച് നിൽക്കുന്ന ഒരു സമയത്ത് ഇത് കൊണ്ടുവന്നിട്ട് എലക്ഷൻ ആവുമ്പോഴേക്കും ഇതിന്റെ പഠനങ്ങളൊക്കെ ഏകദേശം തീരാറാവും. അപ്പോഴത്തേക്കും പിന്നെ എലക്ഷന്റെ പേര് പറഞ്ഞ് ഈ ഒരു സംഗതി വീണ്ടും നീണ്ടുപോകും. കാരണം പെരുമാറ്റച്ചട്ടമൊക്കെ വരുമല്ലോ. പിന്നെ ചിലപ്പോൾ വീണ്ടും അടുത്ത സർക്കാർ മാറി വന്നേക്കാം. അങ്ങനെ വരുമ്പോഴത്തേക്ക് അടുത്ത പ്രശ്നം അവർക്ക് ഈ ഒരു അലൈൻമെന്റോ ബാക്കി കാര്യങ്ങളോ ഇഷ്ടമില്ലാത്തൊരവസ്ഥ വരാം. അപ്പോൾ വീണ്ടും മാറ്റങ്ങൾ വരാം. കാരണം ചിലരുടെയൊക്കെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ചോയ്സുകൾ ഉള്ളതുപോലെ, അല്ലെങ്കിൽ അവർക്കെല്ലാവർക്കും പേഴ്സണൽ ആയിട്ട് ഈ പ്രൊജക്റ്റ് അവരുടെ രീതിക്ക് അനുസരിച്ച് മാറുന്ന പോലെയാണ് പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുള്ളത്. ഇതിൽ പല ഇൻഫ്ലുവൻസുകളും ഉണ്ട്, ബിസിനസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസും ഉണ്ട്. പക്ഷേ ആരും തന്നെ നമ്മുടെ സാധാരണക്കാരുടെ ജനങ്ങളുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കുന്നില്ല. നമ്മളുടെ ഈ ഒരു മേഖല എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ, ഈ പ്രോജക്റ്റ് പലപ്പോഴും DPR ഒക്കെ സമർപ്പിക്കാറുണ്ട്. പക്ഷേ ഇതിന്റെ തലപ്പത്തിരിക്കുന്നവർ എത്ര പേരുണ്ട് ഏതെങ്കിലുമൊക്കെ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുന്നേ? ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുന്നവർക്കല്ലേ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ പല കീ പൊസിഷൻസിലും ഇതറിയാത്ത ആൾക്കാർ ഇരുന്നിട്ടാണ് ഇത് നീട്ടി കൊണ്ടുപോകുന്നത്. എന്നും കമ്മ്യൂട്ട് ചെയ്തു പോകുന്ന ജനങ്ങൾക്കറിയാം എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടെന്ന്. നമുക്ക് മെട്രോയിൽ കയറിയിട്ടുള്ളവർക്കറിയാം എത്രമാത്രം ഈസിയാണ് ആ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി എന്നത്. നമുക്ക് വളരെ ചെറിയ സമയം കൊണ്ട് ഒരു ഡെസ്റ്റിനേഷനിൽ നിന്ന് മറ്റൊരു ഡെസ്റ്റിനേഷനിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് വലിയ വലിയ പ്രോജക്റ്റുകൾ നമ്മുടെ നാട്ടിലേക്ക് വരണമെങ്കിൽ നമുക്ക് നല്ലൊരു കണക്ടിവിറ്റി കൊടുക്കണം. ആ കണക്ടിവിറ്റി നമുക്ക് മെട്രോയിലൂടെ നേടാനായിട്ട് സാധിക്കും. ഒരു മെട്രോ സിറ്റി എന്ന് പറയുന്നത് ലോക മാപ്പിൽ എടുത്തു കഴിഞ്ഞാൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു സിറ്റി തന്നെയാണ്. ഈ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റിൽ എടുത്തു കഴിഞ്ഞാൽ തിരുവനന്തപുരത്തിന് മാത്രമാണ് ക്യാപിറ്റൽ സിറ്റീസിൽ മെട്രോ ഇല്ലാത്തത്. ഇത് അവഗണനയല്ലേ? തീർച്ചയായിട്ടും ഇതൊരു അവഗണനയായിട്ടേ കരുതാനായിട്ട് സാധിക്കത്തുള്ളൂ. എത്ര പൊളിറ്റിക്കൽ പാർട്ടിക്ക് വിൽ പവർ ഉണ്ട് നമ്മുടെ തിരുവനന്തപുരം മെട്രോയെ, അല്ലെങ്കിൽ തിരുവനന്തപുരം മെട്രോ യാഥാർത്ഥ്യമാക്കുമെന്ന ഒരു മാനിഫെസ്റ്റോ കൊണ്ടുവരാനും ആ ഒരു മാനിഫെസ്റ്റോ ഭരണം വന്നതിന് 6 മാസം കൊണ്ട് തന്നെ പൂർത്തീകരിക്കാൻ സാധിക്കുന്ന എത്ര പാർട്ടികൾക്ക് നെഞ്ചിൽ കൈവച്ച് പറയാനായിട്ട് സാധിക്കും? ഇനി എന്തൊക്കെ പാർട്ടികൾ ഏതൊക്കെ തരത്തിലുള്ള നടപടികളാണ് നമുക്ക് എടുത്തതെന്ന് പരിശോധിക്കാം. ഇനി നമുക്ക് UDFന്റെ കാലഘട്ടം ഒന്ന് നോക്കാം. 2011 മുതൽ 2015 വരെ ലൈറ്റ് മെട്രോ എന്നും മോണോ റെയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പഠനം നിർത്തി, ഒരിടത്തും എത്തിയിട്ടില്ല. ഇനി നമുക്ക് LDF വന്നതിന് ശേഷമുള്ള കാര്യങ്ങൾ കുറച്ചൊന്ന് നോക്കാം. 2016-17 കാലഘട്ടം മോണോ റെയിലും ലൈറ്റ് മെട്രോ എല്ലാം മാനിഫെസ്റ്റോയിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സംഭവം യാഥാർത്ഥ്യമായില്ല. വീണ്ടും റീസ്റ്റഡി 2017. നോക്കണേ ഒരു ഐറണി. അടുത്ത ഏറ്റവും നല്ല കോമഡി നടന്നത് 2021-ലാണ്. 2021 4ഓളം DPRകൾ കൊണ്ട് സമർപ്പിച്ചു. പക്ഷേ ഇതൊന്നും സെൻട്രൽ മെട്രോയുടെ പോളിസി ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്ന ഒന്നായിരുന്നില്ല. ചുമ്മാ എന്തൊക്കെ കൊണ്ട് കുത്തിക്കുറിച്ച് കൊണ്ടുവന്ന് കൊടുത്തു. പോസിബിൾ ആയിരുന്ന കാര്യങ്ങൾ കൊടുത്താൽ മാത്രമല്ല ഈ ഒരു പ്രോജക്റ്റ് യാഥാർത്ഥ്യമാവത്തുള്ളൂ. അതും ഇലക്ഷന് 2 ആഴ്ച മുന്നേ, ഇലക്ഷൻ പ്രഖ്യാപിച്ച് ആ ഒരു 2 ആഴ്ച മുന്നേ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ഡാഷ് നടക്കാനാണ്? ഒന്നും നടക്കില്ല. ഇനി 2022 മുതൽ 2024 വരെ എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. KMRLന്റെ എൻട്രി വന്നു, അത് കഴിഞ്ഞിട്ട് CMB സ്റ്റഡി വരുന്നു, അത് കഴിഞ്ഞിട്ട് പുതിയ റൂട്ടുകൾ വരുന്നു. എനിക്കറിയത്തില്ല എന്തിനാണ് ഈ റൂട്ടുകൾ മാറ്റിക്കൊണ്ടിരിക്കുന്നതെന്ന്. നേരത്തെ ഉള്ള ഒരു നല്ല റൂട്ടായിരുന്നു. പക്ഷേ നമ്മളെ ചിലൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ 2 ടയർ സിറ്റീസിൽ ആൾക്കാർക്ക് ഇതിൽ ഈ പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്താൻ കേട്ടോ. എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് 2 ടയർ സിറ്റീസിൽ നമുക്ക് അണ്ടർഗ്രൗണ്ടിലൂടെ കൊണ്ടുപോകാൻ പറ്റില്ല എന്നാണ്
എൻ്റെ ഒരു അറിവ്, തിരുത്താൻ കേട്ടോ. ടയർ സിറ്റീസിൽ മാത്രമേ നമുക്ക് അണ്ടർഗ്രൗണ്ട് മെട്രോ പോസിബിൾ ആവുമെന്നാണ് എൻ്റെ ഒരു അറിവ്. പക്ഷേ മാറ്റം ഉണ്ടെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ ട്രിവാൻഡ്രം 2 ടയർ സിറ്റിയാണ്. നമ്മുടെ ഹെറിറ്റേജ് സെന്റേഴ്സ് മൊത്തം നമ്മുടെ ട്രിവാൻഡ്രം സിറ്റിക്കകത്തുണ്ട്. അപ്പോൾ ഒരു മെട്രോ ട്രിവാൻഡ്രം സിറ്റിയുടെ ഹാർട്ടിലൂടെ പോയില്ലെങ്കിൽ ആ ഒരു മെട്രോയുടെ പ്രസക്തി എന്താണ്? അത് മറ്റൊരു ചോദ്യമാണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് മറ്റൊരു ലൈനിലേക്ക് കൊണ്ടുപോകേണ്ടി വരും. മറ്റൊരു അണ്ടർഗ്രൗണ്ട് അല്ലാതെ കൊണ്ടുപോകാൻ പറ്റുന്ന വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ നമ്മുടെ ഈ പറയുന്ന ഹെറിറ്റേജ് ബിൽഡിങ്സിനൊന്നും ഒരു കോട്ടവും തട്ടാതെ പോകേണ്ട ഒരവസ്ഥ വരും. പക്ഷേ നമ്മൾ ഇതിനൊരു സ്പെഷ്യൽ പെർമിഷൻ എടുക്കുകയല്ലേ ചെയ്യേണ്ടത്. നമ്മൾ ഒരു സൈഡിൽ പറയുന്നു നമ്മളെ ഹെറിറ്റേജ് ബിൽഡിംഗ് അത് അണ്ടർഗ്രൗണ്ടിലൂടെ കൊണ്ടുപോകണം, പക്ഷേ സെൻട്രൽ ഗവൺമെന്റ് പോളിസീസ് വേറെയാണ്. അപ്പോൾ ആ പോളിസിക്ക് ചെറിയൊരു മാറ്റം വരുത്താനായിട്ട് നമുക്കൊരു റിക്വസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ ഉള്ളൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് പറ്റുന്ന എന്താണോ അത് നമ്മൾ ചെയ്തു വെക്കുക. അതാണ് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ടത്. ഇനി ഏറ്റവും പുതിയ രസകരമായ സംഭവം പറഞ്ഞുതരാം. 2025 ഈ അടുത്ത് നടന്ന സംഭവമാണ്. പുതിയ ഏതൊക്കെ കമ്മിറ്റി ഉണ്ടാക്കി, ഒരു എക്സ്പെർട്ട് കമ്മിറ്റി ഉണ്ടാക്കി, അതിന് പുതിയ റൂട്ട് തീരുമാനിക്കും, അത് പുതിയ DPR സമർപ്പിക്കും. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ സംഗതിയാണ്. ഇതിന് DPR ഒക്കെ ആയി വരുമ്പോഴത്തേക്കും നമുക്ക് ഇലക്ഷൻ ആവും, അതങ്ങനെ അങ്ങ് പോവും. പക്ഷേ യാഥാർത്ഥ്യമായാൽ ഹെഡ്സ് ഓഫ്. ഏത് ഗവൺമെന്റ് ആണോ കൊണ്ടുവരുന്നത് അവർക്കൊരു ബിഗ് സല്യൂട്ട് ഞങ്ങൾ കൊടുക്കും. ഇനി ഒപ്പോസിഷൻ അവരെന്ത് ചെയ്യും നമുക്ക് നോക്കാം. കാരണം കുറെ കാലമായിട്ട് ഒപ്പോസിഷനിലാണല്ലോ, കുറെ കാലമായിട്ട് LDF ആണ് ഭരിക്കുന്നത്. നമുക്ക് UDF ഇനി എന്താണെന്ന് ചെയ്തേന്ന് നോക്കാം. വലിയതായിട്ടൊന്നും ചെയ്തിട്ടൊന്നുമില്ല. 16 മുതൽ 24 വരെ ഒരു ചുക്കും ചെയ്തിട്ടില്ല. സത്യം പറഞ്ഞ 25 നമ്മുടെ PC വിഷ്ണുനാഥ് MLA യും അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മനും നമ്മുടെ നിയമസഭയിൽ ഇത് റൈസ് ചെയ്തു. ഈ ഒരു മെട്രോയെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ എന്തായെന്നുള്ള കാര്യങ്ങളെല്ലാം വിശകലനം ചെയ്യാനായിട്ട് പറഞ്ഞു. അതുപോലെ തന്നെ VT ബൽറാം ഒരു പോസ്റ്റ് കുറിച്ചു. ഇതാണ് UDFന്റെ ഭാഗത്തു നിന്നുള്ള കഴിഞ്ഞ ഏകദേശം 8-9 വർഷമായിട്ടുള്ള ഒരു നിലപാട്. ഇനി നമുക്ക് BJP നോക്കാം എന്താണ് അവസ്ഥയെന്ന്. കഴിഞ്ഞ ഇലക്ഷൻ ക്യാമ്പയിനിൽ BJP അവരുടെ ആ ഒരു മാനിഫെസ്റ്റോയിൽ ഇതിനെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ നല്ല കാര്യം, അതെങ്കിലും ചെയ്തല്ലോ, സന്തോഷം. പക്ഷെ ഇവരാരും തന്നെ ഇതിനോട്ട് വേണ്ടി മുന്നോട്ട് നിന്ന് വാദിക്കുന്നതായിട്ട് ഇപ്പോഴും ഞാൻ കാണുന്നില്ല. ഇങ്ങനെയല്ല മറ്റു സ്റ്റേറ്റുകൾ നടക്കുന്നത്. ഈ ഇടയ്ക്ക് ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആഗ്രയ്ക്ക് വരെ മെട്രോ, നമുക്ക് മെട്രോ ഇല്ല. പല ചെറിയ സിറ്റീസിൽ വരെ ഇപ്പൊ മെട്രോ വരാൻ തുടങ്ങി. മെട്രോ ഒരു ന്യൂ നോർമലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മുടെ വിശ്വപൗരനായ ബഹുമാനപ്പെട്ട നമ്മുടെ MP ശ്രീ ശശി തരൂർ, അദ്ദേഹം കുറെ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ കുറിക്കുന്നുണ്ട്. അദ്ദേഹം ഇത് റൈസ് ചെയ്തു എന്ന് പറയുന്നുണ്ട് കുറെ വർഷങ്ങളായിട്ട്. പക്ഷെ അദ്ദേഹം MP ആയിട്ട് എനിക്ക് തോന്നുന്നു കുറെ 10-15 വർഷമായി കാണുമല്ലോ. 2-3 തവണ ജയിക്കുകയും ചെയ്തു. എന്നിട്ട് മെട്രോ വന്നില്ല. ശരിക്കും അദ്ദേഹം തന്നെ ചിന്തിക്കേണ്ടതാണ്. അദ്ദേഹത്തെ പോലെ വെൽ റെസ്പെക്റ്റഡ് ആയിട്ടൊരു മനുഷ്യൻ, ഞാൻ വളരെയധികം ബഹുമാനിക്കുന്ന ഒരു മനുഷ്യനുമാണ്. ആസ് എൻ അഡ്മിനിസ്ട്രേറ്റർ, ആസ് എ UN ഒരു വലിയൊരു പ്രൊഫഷണൽ ആയിരുന്നു പുള്ളി. പക്ഷേ ഡിഡ് ജസ്റ്റിസ് ഫോർ ഹിംസെൽഫ്? അദ്ദേഹത്തിന് പറയാൻ സാധിക്കുമോ ഞാനൊരു മെഗാ ഒരു സംഭവം അല്ലെങ്കിൽ ഒരു മെഗാ പ്രോജക്റ്റ് എൻ്റെ ഇനിഷ്യേറ്റീവിൽ ഇവിടെ കൊണ്ടുവന്നു പറഞ്ഞു ഞാൻ പ്രോജക്റ്റ് പറയുമായിരിക്കും. പക്ഷെ അതൊക്കെ എങ്ങനെ വന്നു എന്നുള്ള നാൾ വഴികൾ പലർക്കും അറിയാവുന്നതാണ്. ഇപ്പോഴും അതിനുവേണ്ടി കടിപിടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുമുണ്ട്. പക്ഷെ മെട്രോ നിങ്ങൾ ഇറങ്ങിപ്പോകുന്നതിന് മുന്നേ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ളൊരു ജനങ്ങൾ നിങ്ങളെ വീണ്ടും വിജയിക്കും. നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ ഇനി പൊളിറ്റിക്കൽ പാർട്ടീസ് അടുത്ത ഇലക്ഷന് തീർച്ചയായിട്ടും ഇതവരുടെ മാനിഫെസ്റ്റോയിൽ ഉൾപ്പെടുത്തിയിട്ട് ഇതൊരു വലിയൊരു പ്രൊജക്റ്റായിട്ട് തന്നെ അവർ ക്യാമ്പയിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് തന്നെയാണ്. ട്രിവാൻഡ്രം എന്ന് പറയുന്ന വാണിജ്യ തലസ്ഥാനമായി മാറുന്ന, ചിലപ്പോൾ ഇനി ഒരു 10 വർഷത്തിനുള്ളിൽ ചിലപ്പോൾ കൊച്ചിയൊക്കെ പിന്തള്ളി പോയേക്കാം. കാരണം അമ്മാതിരി ഡെവലപ്മെന്റാണ് ട്രിവാൻഡ്രത്ത് വരുന്നത്. ഇപ്പോൾ തന്നെ റിയൽ എസ്റ്റേറ്റിന്റെ ഹൈക്കൊക്കെ മറ്റൊരു ലെവലിലാണ് ട്രിവാൻഡ്രത്തേക്ക് പോകുന്നത്. കാരണം ആ ഒരു ഫ്യൂച്ചർ പൊട്ടൻഷ്യൽ ഉള്ളൊരു സിറ്റി ആയതുകൊണ്ടാണ്. വലിയൊരു ഹ്യൂമങ്കസ് പോർട്ട് വരുമ്പോൾ ഇതൊക്കെ ഒരു വൻ മാറ്റമാണ്. അത് നമ്മുടെ പോർട്ട് ഓഫ് ട്രിവാൻഡ്രം അല്ലെങ്കിൽ വിഴിഞ്ഞം പോർട്ട് നമുക്ക് തരുന്ന വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ഈ അഡ്വാൻറ്റേജ് സിറ്റുവേഷനെ നമുക്ക് ക്യാഷ് ഇൻ ചെയ്യാനായിട്ട് സാധിക്കണം. ഇതേപോലെ പല സിറ്റീസിനും ഈ ഒരു ചെറിയൊരു വിൻഡോ പീരീഡ് കിട്ടും. അവർക്ക് അവരുടെ ആ ഒരു പൊട്ടൻഷ്യൽ ക്യാഷ് ഇൻ ചെയ്യാനുള്ള ആ ഒരു സംഭവമാണ് ഇപ്പോൾ ട്രിവാൻഡ്രത്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒത്തിരി ഇൻവെസ്റ്റേഴ്സ് വരും, ഒത്തിരി നൂതനമായിട്ടുള്ള പുതിയ ആശയങ്ങളും പുതിയ സംരംഭങ്ങളും വരും. അതെല്ലാം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് മാക്സിമം നല്ല രീതിയിലുള്ള എയർപോർട്ട്സ്, അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് എല്ലാം കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം മെട്രോ തന്നെയാണ്. നമുക്ക് ടൈം ലാഭിക്കാനായിട്ട് സാധിക്കും. മുന്നേ പല വീഡിയോകളിലും നമ്മൾ പറഞ്ഞതുപോലെ സമയത്തിന് വിലയില്ല. അതായത് നമുക്ക് അതിന്റെ വില നിർണ്ണയിക്കാൻ കഴിയില്ല. അപ്പൊ എത്രയും പെട്ടെന്ന് നമുക്ക് ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലേക്ക് എത്താൻ സാധിക്കണം. അതുപോലെ തന്നെ നമുക്ക് പുതിയ പുതിയ IT പാർക്കുകൾ വരണം. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ഈ ട്രാൻസ്പോർട്ടേഷൻ വളരെ മേജർ
ഫാക്ടറാണ് നമ്മുടെ ആ ഒരു തിരക്ക്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഒരു ഹ്യൂമങ്കസ് ആയിട്ടുള്ള വലിയൊരു മെട്രോപോളിസ് ആയിട്ട് വളരുന്ന തിരുവനന്തപുരത്തിനെ മുന്നോട്ട് നയിക്കാൻ മെട്രോ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായി വരുന്നവരെ ഞാൻ ഷിബു സലയ, എന്നോടൊപ്പം ബ്രയനസ് രാജ്. കീപ് വാച്ചിങ്, സബ്സ്ക്രൈബ്, ലൈക്ക്. താങ്ക് യു.